ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വരുന്ന അൺപ്രിൻറ്റഡ് ലുക്കും അതിന് നമ്മൾ കാണുന്ന കുറച്ചേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ഡിഫറെൻറ്റ് ഫാബ്രിക് ബേസസ് വരുന്നുണ്ട്, പാറ്റേൺസിലും ഒക്കെ ഡിഫറൻസസ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഹൈ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. ഫോയിൽ പ്രിൻറ്റഡ് ലുക്കും, ഇത് ഫുൾ സെറ്റ്സ് ആണ് കേട്ടോ. മോസ്റ്റ്ലി എല്ലാം ഫുൾ സെറ്റ്സിലാണ് വന്നിരിക്കുന്നത്. പ്രിൻറ്റഡ് ഡീറ്റെയിൽസും അല്ല എംബ്രോയിഡറി പാറ്റേൺസും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു സെമി പാർട്ടി ലുക്കൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ വിച്ച് ഐ എം വെയറിങ് ഹാവ് എ വെരി ഷുഗർ ബീറ്റ് ഡീറ്റെയിൽ. അത് നമ്മൾ ഫുള്ളായിട്ട് ആ ഷുഗർ ബീറ്റിൻ്റെയും ക്രിസ്റ്റൽ കുറച്ചൊരു സ്റ്റോൺ ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുള്ള ഒരു സ്കാറ്ററാണ് വന്നിരിക്കുന്നത്. ആ പ്രിൻറ്റിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ആൻഡ് യു ഹാവ് ദിസ് ഇസ് എ മസ്ലിൻ ഫിനിഷ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടവും മസ്ലിൻ ഫിനിഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡും സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിലും വന്നിട്ടുള്ള ബോട്ടം ലുക്കാണ് കേട്ടോ ഇന്നത്തെ ഒരു ലുക്ക്. നമുക്ക് പിക്ചേഴ്സും കൂടി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ യു കൻ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദിസ് ഇസ് വൺ ലുക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. സെയിം കളർ പാലറ്റിൽ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലോറൽ പാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് 3/4 സ്ലീവ്. ഇത് വിത്തൗട്ട് ലൈനിങ് വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷൻ വരേക്കും ലൈൻഡ് ആണ്, ബാക്കി ഫുള്ളായിട്ട് വിത്തൗട്ട് ലൈനിങ്ങും ആണ് വരുന്നത്. സ്ലീവ്സും വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വൺ. ആൻഡ് ഇത് FWൻ്റെ ഡിഫറെൻറ്റ് കോഡ്സിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. FW 127 2379 ആണ് ഈ സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്കിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് കയറി നിൽക്കുന്ന ഒരു കോളർ ആൻഡ് പടി ഡീറ്റെയിലിംഗ് നെക്കിനെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഷുഗർ ബീറ്റ്സ് വെച്ചിട്ട്. നെക്സ്റ്റ് ഇസ് ഓൾസോ എ മസ്ലിൻ ഫിനിഷ് ആൻഡ് ഇത് ഷോൾ കോളർ ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം, ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആൻഡ് ഒരു മറൂൺ ഷെയ്ഡിൽ ഒരു പിങ്ക് ടിൻറ്റും കൂടെ അതിനകത്തൊരു ടെക്സ്ചർ ലുക്കിൽ ഫോയിൽ പ്രിൻറ്റിങ് വരുന്നുണ്ട്. ആൻഡ് ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പാണ് കേട്ടോ. ഇത് വിത്ത് ലൈനിങ് ആണ്, സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ. ആൻഡ് ഇതിനകത്ത് 3/4 സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഷോൾ കോളർ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്തേക്കാണ്, ബീഡഡ് എംബ്രോയിഡറി ഹൈലൈറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട മസ്ലിൻ ഫിനിഷിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് FW 128 2379 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നല്ലൊരു ദുപ്പട്ടയുമാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ്, അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനകത്ത് പ്ലീറ്റഡ് വേസ്റ്റ് ബാൻഡാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കുറച്ച് ലോങ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന യോക്കും അതിനകത്ത് ലോ പോർഷൻ പ്ലീറ്റഡ് ആയിട്ടാണ്, കുഞ്ഞു കുഞ്ഞു നൈഫ് പ്ലീറ്റാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ടൈ അപ്പ്. ഞാൻ ആക്ച്വലി ഫ്രണ്ടിൽ ടൈ അപ്പ് ചെയ്തിട്ടില്ല, ബാക്കിലോട്ട് വെച്ചിട്ട് അതിനെ ഇങ്ങനെ ടൈ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ബെൽറ്റ് ലൂപ്പും ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. സോ ഇഫ് അറ്റ് ഓൾ യു ഫൈൻഡ് എ ലിറ്റിൽ ബിറ്റ് എന്താ പറയുക ഒന്ന് ലൂസാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടൈ ഇറ്റ് അപ്പ്. ഇതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ബട്ട് ദിസ് ഹാവ് എ വി നെക്ക് പാറ്റേൺ, കർവ്ഡ് വി നെക്ക് പാറ്റേൺ വിത്ത് എംബ്രോയിഡർഡ് ബട്ടൺസ്. എംബ്രോയിഡേഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ബെൽറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സ്ട്രൈപ്പ് ലുക്കാണ് ഫുള്ള്. എനിക്കിത് ആക്ച്വലി ആങ്കിൾ ലെങ്ത് വരേക്കും ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഹൈ സ്ലിറ്റ് ആൻഡ് ദിസ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി പ്രിറ്റി ലോങ്, നല്ല ലോങ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പാണ്. ആൻഡ് ബാക്കിലും സെയിം ഡീറ്റെയിലിംഗ്. ആൻഡ് ബാക്കിൽ ടൈപ്പിന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡീറ്റെയിലാണ് വരുന്നത്. ഇതും മസ്ലിൻ ഫിനിഷിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് FW 124 2379 തന്നെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ദിസ് ഇസ് ദി ലുക്ക്. നെക്സ്റ്റ് വരുന്നതിനകത്ത് ഫാബ്രിക്കിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതും മസ്ലിൻ ഫിനിഷിൽ തന്നെയാണ് ഫുൾ സെറ്റ്, ഡിഫറെൻറ്റ് പ്രിൻറ്റഡ് കോമ്പിനേഷൻസിൽ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ലിനൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു 2 സെറ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. 2 കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. FW 135 എന്ന കോഡിൽ 1359 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ എങ്ങനെയാണ് വരുന്നത്. മെറ്റീരിയൽ ബേസിനകത്ത് വന്നിരിക്കുന്ന ഒരു വേരിയേഷനും പിന്നെ അതിൻ്റെ ഒരു വർക്കിൻ്റെ വേരിയേഷനും ഒക്കെ വെച്ചിട്ട് വന്നിരിക്കുന്ന പ്രൈസ് ഡിഫറൻസ് ആണ്. സോ ദിസ് ഇസ് എ ലിനൻ ഫിനിഷ്ഡ് മെറ്റീരിയൽ, ബ്ലെൻഡഡ് കോട്ടൺ. ആൻഡ് ഇത് സിമ്പിളായിട്ടുള്ള ഒരു കട്ടുമാണ് കേട്ടോ, വിത്ത് ഫോയിൽ പ്രിൻറ്റ്. ഇത് ഫോയിലാണ് ചെയ്തേക്കുന്നത്. അതിപ്പോൾ കടി പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലാക്കിഷ് ആവും. ഇതങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ഫെയ്ഡിങ് അതിനകത്ത് വരത്തില്ല. കുറച്ച് ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ്, അബ്സ്ട്രാക്ട് ഡീറ്റെയിൽസ്
ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഇതും ഒരു സ്ലബ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇത് റയോണാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് ഫോള് വരുന്ന ഒരു മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു ഫുൾ ലുക്ക്. ലിനൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. ദുപ്പട്ട റയോണിനാണ്. ഇതൊരു ബ്ലെൻഡഡ് കോട്ടണിലുമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വണ്ണും കൂടി ആ ഒരു കളർ വേരിയേഷനാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ടാസിൽ സെപ്പറേറ്റ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ടയ്ക്ക്. ആൻഡ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് ഗോട്ട് എ റൗണ്ട് നെക്ക് വിത്ത് പടി ഡീറ്റെയിലിംഗ്. അതിനകത്ത് ജർദോസിയും ബീഡ്സും ത്രെഡും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റെഗുലർ വെയർ ലുക്കിന് പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് മൂന്നെണ്ണവും ഒരു സെമി പാർട്ടി ലുക്കായിരുന്നു. ഇതൊരു റെഗുലറിനും കൂടി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. സോ ദിസ് ഇസ് ദി ലുക്ക് ആൻഡ് പ്രിൻറ്റഡ് ബോട്ടം. ഒരു ക്രീമി ഷെയ്ഡിലാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് വൺ ഹാഡ് എ പിങ്ക് ഓപ്ഷൻ ആൻഡ് എ ബ്ലൂ ഓപ്ഷൻ. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. സോഫ്റ്റ് സിൽക്ക് സാരീസ്. സോഫ്റ്റ് സിൽക്ക് സാരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടും ഹാൻഡ് വോവൺ ആയിട്ടും വന്നിട്ടുള്ള സാരീസാണ്. ഇന്നിപ്പോൾ ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു സാരി കണ്ടു. ഈ സാരി വീഡിയോയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റില്ല. ഇത് പവർ ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന സോഫ്റ്റ് സിൽക്കിൻ്റെ അതേ ഫിനിഷിങ്ങിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പം ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നിട്ടുള്ള സാരിയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഈ സാരിയുടെ ഡീറ്റെയിൽസ് പറയാം. നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരിയുടെ ആ ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലാണ് ആ സാരിയുടെ കളർ പാലറ്റ് വന്നേക്കുന്നത്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ വീവിങ് ആയിട്ട് വന്നേക്കുന്ന ബോർഡേഴ്സാണ്. നോർമലി ഡിജിറ്റൽ പ്രിൻറ്റിൽ ബോർഡർ പാറ്റേണും എല്ലാം നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടാണ് വരാറുള്ളത്. ഇത് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ബൂട്ടാസ് എല്ലാമാണ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഉൾവശം വന്നേക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ഉൾവശത്ത് കളർ ഷെയ്ഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വീവിങ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ സാരിയിൽ ഇത് ഇതുപോലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാനായിട്ട് വൺ ടൈം വെയർ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലും ഒരു സിൽക്ക് സാരിയുടെ ലുക്ക് നിങ്ങൾക്ക് റിക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എന്നാൽ ഒത്തിരി എക്സ്പെൻസീവ് ആവാനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കോട്ടൺ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. എങ്കിലും ആ സാരിയുടെ ആ ഒരു റിച്ച്നെസ് കൊണ്ട് തന്നെ നല്ലൊരു എലിഗൻറ്റ് ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നതും അതേപോലെ തന്നെയാണ്. തൊട്ടടുത്ത് നിന്നാൽ പോലും നമുക്ക് ആ ഒരു സാരി സോഫ്റ്റ് സിൽക്ക് സാരിയിൽ നിന്നും ഒട്ടും വ്യത്യാസം തോന്നാത്ത രീതിയിലാട്ടോ അതിൻ്റെ വീവിങ്. ഇതുണ്ടോ, ആ ട്രഡീഷണൽ ആയിട്ടുള്ള ലോങ് പേസ്ലി പാറ്റേൺ, ഡയഗണൽ ആയിട്ടുള്ള ബ്രൈഡൽ സാരീസിലൊക്കെ വരുന്ന പോലത്തെ റിച്ച് ആയിട്ട് നിൽക്കുന്ന ഡയഗണൽ വീവിങ്ങിൽ വന്നേക്കുന്ന പല്ലു. ഇനി ഇതിൻ്റെ കോഡ് പറയാം. കോഡ് വന്നേക്കുന്നത് LP127 എന്ന കോഡിലാണ്. 2909 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. 2909, ബിലോ 3000 റേഞ്ചിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട്, അടുക്കി കുത്തി വെയർ ചെയ്യാനാണെങ്കിലും വൺ ലെയർ ഇട്ട് വെയർ ചെയ്യാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു കളക്ഷൻ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലത്തെ സിമിലർ കളക്ഷൻസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് കളർ പാലറ്റ്, ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷനാണ്. നെക്സ്റ്റ് കളർ പാലറ്റ് വന്നേക്കുന്നത് ഒരു പീച്ച് പിങ്ക് അല്ലെങ്കിൽ ഒരു മോവ് പിങ്ക് പാലറ്റ് എന്ന് നമുക്ക് പറയാം. ആ ഒരു പാലറ്റിനകത്ത് കോമ്പിനേഷൻ, ഇതിനകത്ത് എല്ലാം തന്നെ ലെങ്ത് വൈസ് യാൻസ് കൊടുത്തേക്കുന്ന ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു റിച്ച്നെസ്, കളർ റിച്ച്നെസ് നല്ല ഹെവി ആയിട്ട് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഈ കളർ കണ്ടോ, നല്ല ഭംഗിയാണ്. സ്കൈ ബ്ലൂവിൻ്റെയും ക്ലൗഡ് ബ്ലൂവിൻ്റെയും ഷെയ്ഡ് പാലറ്റാണ് ഇതിനകത്ത് കോമ്പിനേഷനായിട്ട് വന്നേക്കുന്നത്. ആൻഡ് പിങ്കിൻ്റെ ഷെയ്ഡ്. പ്യുവർ സാരീസിൽ വീവ് ചെയ്യുമ്പോൾ യാൻസിൻ്റെ അകത്തെ ഗ്രഡേഷൻസ് പോലെ തന്നെയാണ് എൻ്റെ പ്രിൻറ്റിങ് ഡിസൈൻ സാരിയിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. വൺ ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അടുക്കി കുത്തി കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ഒട്ടും ഫ്ലാഷി അല്ല കേട്ടോ പല്ലു. ഇപ്പം ഞാൻ മഴ ആയതുകൊണ്ടാണ് അകത്ത് നിന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒട്ടും ഫ്ലാഷി അല്ല എൻ്റെ പല്ലു. ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലാണ്. പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ബ്ലൗസിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് സെക്കൻഡ് സാരി. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും, അതായത് ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ പാലറ്റ് വന്നിരിക്കുന്നത്. ലാവൻഡർ ഷെയ്ഡിലും ഇതേപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ക്ലൗഡ് ബ്ലൂ ഷെയ്ഡ്.
ഓ എനിക്ക് ഈ സാരി കണ്ടിട്ടില്ല, ഇത് ഏത് ഉടുക്കണമെന്നോ ഏത് പേഴ്സണൽ ചോയ്സിന് എടുക്കണമെന്നോ കൺഫ്യൂഷൻ തോന്നും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വെഡിങ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ ട്രഡീഷണൽ ലുക്കിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലോറൽ ബൂട്ടാസ് ആണ് എംബോസ്ഡ് ഇഫക്റ്റിൽ ഫുൾ സാരിയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ റോസാപ്പൂവിൻ്റെ ആ ഒരു ഇഫക്റ്റിലാണ് എൻ്റെ വീവിങ് പാറ്റേൺ വന്നേക്കുന്നത്. ഇത് പ്രിൻ്റ് അല്ല കേട്ടോ, വീവിങ് ആണ്. ഇത് കണ്ടോ, ക്ലോസറിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്ലോറൽ മോട്ടീവ്സ് കംപ്ലീറ്റ് ആയിട്ട് വീവിങ്ങിലാണ് വന്നേക്കുന്നത്. ഉണ്ടോ, ബോർഡേഴ്സ് വീവിങ്ങിലാണ്, പല്ലു പോർഷനും വീവിങ് ആണ്. ത്രൂ ഔട്ട് ദ സാരിയിലെ കളർ കോമ്പിനേഷനാണ് അതിനകത്ത് ഡിജിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു കളക്ഷൻ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് 2909 പ്രൈസ് റേഞ്ചിലാണ്. LP എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. LP 127. അപ്പം ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ആൻഡ് ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. വീണ്ടും കാണാം അടുത്ത കളക്ഷനുമായിട്ട്. താങ്ക് യു. എനിക്കിത് എടുത്തപ്പോഴേ നമ്മുടെ നയൻതാരന് തോന്നുന്നു ഇത് വെറുതെ ഒന്ന് ഓർത്തു പോയി. വെറുതെ ഓർത്തോ? കണ്ണാടി നോക്കിയപ്പോഴാണോ? കാരണം ഈ ഒരു ബ്ലൗസ് സ്റ്റൈലും പുള്ളിക്കാരി എപ്പോഴും ഈ ഒരു ബ്ലൗസ് ഒക്കെ ഈ ഒരു ടൈപ്പിലല്ലേ ഒരു സ്പെസിഫിക് സ്റ്റൈലുണ്ട്, അത് പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ്. ഹെയർ കട്ട് ആണെങ്കിലും കെട്ടുന്ന രീതിയാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും സാരി എടുക്കുന്ന രീതിയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ആണ്. ഒരു പോണി ആണെങ്കിലും സാരീസിന്റെ കൂടെ അത് ക്ലാസിക് ആയിട്ടുള്ള ലുക്സിന്റെ കൂടെയൊക്കെ പുൾ ഓഫ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിക്ക് തന്നെയാണ്. സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചൊരു നമ്മളിപ്പോൾ ഓണം സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ മുന്നേ തന്നെ എല്ലാം എടുത്ത് നമ്മൾക്കിപ്പോൾ കസ്റ്റമേഴ്സിന് ഇനഫ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് മുന്നേ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓണത്തിനൊക്കെ നമ്മൾ കസവ് സാരീസിന് പകരം ഒരു ചെറിയ ഡിഫറൻസോട് കൂടിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു സെമി സിൽക്ക് സാരി ആൻഡ് അതിനകത്ത് പല്ലു ഒരു നല്ല രസമുണ്ടല്ലേ, കളർ ഇറ്റ്സ് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ഷെയ്ഡാണ് ആക്ച്വലി. അത് ഓഫ് വൈറ്റിൻ്റെ കൂടെ നമുക്കൊരു ക്രീമി ഓഫ് വൈറ്റിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ക്ലാസി ഷെയ്ഡിൽ വന്നിക്കാണ്. ജോമെട്രിക് വീവിങ് പാറ്റേൺ ആണ്. ആൻഡ് സാരിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഒരു പ്രിന്റാണ് വരുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് കളറുണ്ട്. ഒരു ക്രീം കളറിൻ്റെ കൂടെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്തെടുത്തേക്കുവാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു ത്രെഡ് വീവിങ്ങും കൂടെ ഉണ്ട്. ഒരു ലീഫ് ഡബിൾ ലീഫിൻ്റെ ഈ ഒരു മോട്ടീഫും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഓരോ സാരീസിലും ഓരോരോ കളർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലൗസ് പെയർ ചെയ്യുമ്പോൾ ആ ഒരു സിംഗിൾ കളറുമായിട്ട് പെയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ ലുക്കായിരിക്കും. ഇപ്പം നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ വെയർ ചെയ്ത് പോകുമ്പോൾ ഒരു ഡിഫറെന്റ് ലുക്ക് തരും. ശരിയാ, ലൈക്ക് നമ്മളെപ്പോഴും കസവ് സാരി നമ്മൾ കണ്ട് മടുക്കില്ല, എന്നാലും നമുക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ ഓരോരോ ഓണത്തിന് നമ്മൾ കസവ് സാരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുക. അപ്പൊ അങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരു ഡിഫറൻസ്. അതെ, ഒരു 3299 റേഞ്ചിൽ വന്നേക്കുന്ന സെമി സിൽക്ക് സാരിയാണ് കേട്ടോ. ഇപ്പോൾ മോട്ടീവ്സ് ഒക്കെ വീവ് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് ഒരു മൾട്ടി കളർ പിങ്ക്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ എല്ലാ ഷെയ്ഡ്സും അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ സെറിയും കൂടെ കൊടുത്തിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന പവലൂം ബേസ്ഡ് സാരിയാണ്. വെയിറ്റ് ഇല്ലാത്ത സാരിയാണ് കേട്ടോ. നമുക്ക് അധികം വെയിറ്റ് ഒന്നും ഇതിന് കൊടുക്കുമ്പോൾ വരത്തില്ല. പ്രായമുള്ളവർക്ക് കൊടുക്കാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരി തന്നെയാണ്. അപ്പോൾ ഓരോ കളറിൻ്റെ അകത്ത് ഇപ്പം ഇതൊന്ന് സിംഗിൾ നമ്മൾ ഇങ്ങനെ ഇടുന്നതിനേക്കാളും ഒന്ന് പ്ലീറ്റ് പിടിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടെ ലുക്കാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഒന്ന് പ്ലീറ്റ് എടുത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും കാഷ്വൽ പ്ലീറ്റും പ്ലീറ്റ്സ് ആണെങ്കിലും ഒക്കെ നല്ല കേട്ടോ. അത് ഒതുങ്ങും. പിന്നെ നമുക്ക് അതിനകത്ത് ഈ അപ്പർ പോർഷൻ ഭയങ്കര ഒതുങ്ങാതെ ഇങ്ങനെ ബൾക്കി ആയിട്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല, നന്നായിട്ട് ഒതുങ്ങുന്ന സാരി. അപ്പം നമ്മൾ സ്റ്റൈൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അതിനകത്ത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സാരീസുമാണ്. ഓരോ കളേഴ്സ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നതിനകത്ത് ഒരു ബ്രിക്ക് മറൂണാണ് ആ ഒരു ബ്രഷ് സ്ട്രോക്ക് എഫക്റ്റിൽ പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു പിങ്ക് മജന്ത ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ബ്ലൗസസും അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട്. അപ്പം നമ്മൾ അതിൻ്റെയും കൂടെ ലിങ്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ അതും നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് സോ ദിസ് ഇസ് ഹാവിങ് 2 more ഓപ്ഷൻസ്. ഇതൊരു യെല്ലോ ഷെയ്ഡ്, ലെമൺ യെല്ലോ ഷെയ്ഡ്, ഒരു ഒലിവ് ടിൻറ്റും അത് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ലെമണും കുറച്ച് ഡാർക്ക് ടോണിലൂടെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഒലിവ് ഷെയ്ഡും കൂടി അവിടെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് വിത്ത് ബോർഡർ, ഈ ഒരു സെറി ബോർഡർ ഡീറ്റെയിലിങ് കൊടുത്തിട്ട് സോളിഡ് അല്ല പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് വോവൺ മോട്ടീവ്സ് അതിനകത്ത് വരുന്നില്ല, ജസ്റ്റ് ആ ഒരു പ്രിൻറ്റ് ലുക്ക് മാത്രം വിത്ത് ബോർഡർ. പല്ലുവിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്. 2 more shades.
നല്ല കളേഴ്സ് അല്ലേ. ഇതിൻ്റെയൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസസ് ഇതേപോലെയൊക്കെ ഒരു വർക്ക് ചെയ്തിട്ട് ഫ്ലോറൽ ഡീറ്റെയിലോ ലീഫ് ഡീറ്റെയിലോ എന്ത് വേണമെങ്കിലും കൊടുത്ത് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അപ്പോൾ DVSൻ്റെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. DVS 1033299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. 4 കളേഴ്സ്. ഇതൊരു പീകോക്ക് ഷെയ്ഡിലോട്ട് പോകുന്നൊരു ബ്ലൂ ടോൺ ആണ്. അത് യെല്ലോ, പിങ്ക് ആൻഡ് ബ്രിക്ക് മറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ്.